സിനിമ പാരഡൈസോ എന്ന ഇറ്റാലിയൻ ചിത്രത്തിലെ അതിവൈകാരികമായൊരു രംഗമുണ്ട്. സിനിമാ സ്വപ്നങ്ങളുമായി നാടുവിടുന്ന സാൽവഡോറിനെ ആൽബർട്ടോ യാത്രയാക്കുകയാണ്. ഗൃഹാതുരത്വത്തിന് വഴങ്ങാതെ ഞങ്ങളെ നീ മറന്നു കളഞ്ഞിരിക്കുക, എന്നെങ്കിലും മടങ്ങി വന്നാലും എന്നെ വന്ന് കാണരുത്, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ആൽബർട്ടോയോട് ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് സാൽവഡോർ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. ആ നിമിഷത്തിൽ ആൽബർട്ടോ അവനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. Whatever you end up doing, love it. The way you loved the projection booth when you were a little boy. നീ എന്ത് തന്നെ ചെയ്താലും അത് സ്നേഹത്തോടെ ചെയ്യുക. കുട്ടിയായിരിക്കെ പ്രൊജക്ഷൻ ബൂത്തിനെ നീ എത്തരത്തിൽ സ്നേഹിച്ചോ അത്രയും സ്നേഹത്തോടെ. വാക്കുകൾ അവസാനിപ്പിച്ച് ആൽബർട്ടോ സാൽവഡോറിനെ തള്ളി പറഞ്ഞയക്കുകയാണ്. കുഞ്ഞു സാൽവഡോർ പല പല പ്രൊജക്ഷൻ ബൂത്തുകളും സിൽവർ സ്ക്രീനുകളും കണ്ടു വളരുന്നു. സിനിമ ഒരു അത്ഭുതം പോലെ നോക്കി നിന്ന കുഞ്ഞു സാൽവഡോറിനെ പോലെ അവന്റെ സിനിമകളെ ലോകവും അമ്പരപ്പോടെ നോക്കി നിന്നു. വിശ്വവിഖ്യാതനായ സാൽവഡോർ എന്ന സിനിമാക്കാരനെ ഒരുപക്ഷെ ആൽബർട്ടോ മരണം വരെയും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഫഹദ് ഫാസിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പലയിടത്ത് ആവർത്തിച്ച ചിത്രമാണിത്. ഒരുപക്ഷെ അയാളുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. ചെറുപ്പം മുതലേ സിനിമാ സെറ്റുകളും കഥകളും പരിചയപ്പെട്ട് അതേ സ്വപ്നത്തിൽ വളർന്ന ഫഹദ് വളരും തോറും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതും അത്ഭുതങ്ങളാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ആ കുട്ടിയിലുണ്ട് സാൽവഡോറിനെ പോലെ അത്ഭുതം കൂർന്നൊരു മുഖം. ചിലപ്പോൾ തോന്നും മടങ്ങി വരവിന് മുൻപുള്ള 8 വർഷത്തിനിടെ ഏതൊക്കെയോ ആൽഫ്രഡോമാരെ അയാൾ കണ്ടിരിക്കുമെന്ന്. ഞാൻ പരാജയത്തിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് അഭിമാനത്തോടെ പറഞ്ഞു വെക്കുന്ന ഫഹദ് മലയാളികൾക്ക് ഇഷ്ടമുള്ള അത്ഭുതമാണ്. സാർ എന്ന ആർട്ടിസ്റ്റ് സാർ ഫഹദ് ഫാസിൽ, அந்த மாதிரி ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റ് ഞാൻ പാത്തതേ കിടയാതെന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അത്ഭുതം കൂറിയത് ഓർക്കുന്നില്ലേ? ഫഹദ് കേരളത്തിന്റെ സ്വത്ത് മാത്രമല്ല, അയാൾ രാജ്യത്തിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞത് സാക്ഷാൽ കമലഹാസനാണ്. അത്രയും അടിയൊഴുക്കുണ്ട് അയാളുടെ വളർച്ചയ്ക്ക്. വില്ലനായ നായകനായും നായകനായ വില്ലനായും അയാൾ ഇന്ത്യൻ വെള്ളിത്തിരയിൽ നിറഞ്ഞാടുകയാണ്. അടുത്തറിയുന്ന അജ്ഞാതനും അജ്ഞാതനായ ബന്ധുവും അയാളുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയാണ്. ഒന്നിച്ച് അഭിനയിക്കണമെന്ന ആഗ്രഹമുള്ള താരമാണ് ഫഹദ് ഫാസിൽ എന്ന് ആലിയ ഭട്ട് പറയുന്നത് അങ്ങ് കാൻസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിലാണ്. കേരളത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം ഇന്ന് ആ പേരിനുള്ള ബലം ചെറുതല്ല. കോസ്റ്റ്യൂം ഡ്രാമകളുടെ കുത്തൊഴുക്കിനിടയിൽ നിന്നും ബോളിവുഡിനെ ആത്മാവുള്ള സിനിമകളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഇംതിയാസ് അലിയുടെ അടുത്ത ചിത്രത്തിലൂടെ ഹിന്ദിയിലേക്കും പടരാൻ ഒരുങ്ങുകയാണ് ഫാഫ. റോക്ക് സ്റ്റാർ പോലെ, ഹൈവേ പോലെ, തമാശ പോലെ മറ്റൊരു മാജിക്കിലേക്ക് ഫഹദിന്റെ കൂടിച്ചേരലിനായാണ് കാത്തിരിപ്പ്. അന്യഭാഷയിലേക്ക് ഫഹദ് കളം മാറ്റി ചുവടുറപ്പിച്ചത് ശിവകാർത്തികേയൻ ചിത്രം വേലൈക്കാരനിലാണെങ്കിലും ത്യാഗരാജൻ കുമാരരാജയുടെ സൂപ്പർ ഡീലക്സിലെ മുകിൽ പ്രത്യേക ശ്രദ്ധ നേടി. ദേശംന ഭക്തി, മൊഴീന പട്ര്, ആന ജാതിന മറ്റും വെറി എല്ലാം കൂട്ടം താനേ എന്ന് ചോദിക്കുന്ന, ATM-ൽ കാശില്ലെങ്കിൽ തിരികെ അക്കൗണ്ടിലേക്ക് 250 രൂപ ക്രെഡിറ്റ് ആവാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന മുകിൽ എളുപ്പം പ്രേക്ഷകർക്ക് കണക്റ്റായി. മലയാള സിനിമയിലൂടെ തന്നെ ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ സൃഷ്ടിച്ച ഫഹദിനെ അത്ര തന്നെ സ്നേഹത്തോടെയാണ് തെലുങ്ക് ദേശവും സ്വീകരിച്ചത്. പുഷ്പയിലെ ഭൻവർ സിംഗ് ഷെഖാവത്തും വിക്രത്തിലെ ഏജന്റ് അമറും ആതിഥേയത്വത്തിന്റെ ഔപചാരികതകളില്ലാതെ ഏറ്റെടുക്കപ്പെട്ടു. ഭൻവർ സിംഗ് ജോഗ്രഫിക്കലായുള്ള എല്ലാ മതിൽക്കെട്ടിനും പുറത്തേക്ക് അയാളെ പ്രതിഷ്ഠിക്കുകയായിരുന്നെങ്കിൽ പ്രണയവും വിരഹവും വൈരാഗ്യവും പ്രത്യാശയും ഒരേ സമയം തെളിഞ്ഞു മാഞ്ഞ അമർ വിക്രം എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഏറ്റവും കനമുള്ള കാമ്പായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായൊരു ഫാൻ ബേസ് സൃഷ്ടിക്കപ്പെട്ടത് രത്നവേലിന്റെ വരവോടെയാണ്. മാരി സെൽവരാജ് ചിത്രം മാമനല്ലേ രത്നവേൽ. തന്നേക്കാൾ താഴ്ന്നവനോട് ഒരിക്കലും തോൽക്കരുതെന്ന പിതൃവാക്യം പ്രമാണമാക്കിയ മകൻ. സ്നേഹം വളർത്തുനായക്കാണെങ്കിലും ഭൃത്യനാണെങ്കിലും അളന്നു നൽകണമെന്നും തിരിച്ചെടുക്കണമെന്നും ബോധ്യമുള്ളയാൾ. ചിരിയിൽ പോലും ഭീകരത ഒളിപ്പിക്കുന്ന അടിമുടി വർഗവൈരി കാത്തു സൂക്ഷിക്കുന്ന രത്നവേൽ. മാരി സെൽവരാജ് സ്ഥിരം നായക രൂപങ്ങൾക്കുമേൽ നൽകിയ പ്രഹരമായിരുന്നത്. സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പോലും അയാളുടെ ഭാവം എപ്പോൾ വേണമെങ്കിലും രൗദ്രതയിലേക്ക് തിരിയുമെന്നത് ചുറ്റുമുള്ളവർക്കും പ്രേക്ഷകർക്കും ഉറപ്പുള്ള അത്ര ജാതി ഭീകരനാണ് രത്നവേൽ. എന്നാൽ തെറ്റിന്റെ പക്ഷമെന്ന് വരച്ചു വെച്ച വരയെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി. വീണ്ടും വേട്ടയനിലേക്ക് ഫഹദ് എത്തുന്നത് ഒട്ടും തന്നെ ഭാരമില്ലാത്തൊരു വേഷത്തിലേക്കായിരുന്നു. ഒരുപക്ഷെ അന്യഭാഷാ വേഷങ്ങളിൽ അന്നുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ളതും പഴുതുള്ളതും ബാറ്ററിക്കാണ്. പുഷ്പ 1-ാം ഭാഗത്തിൽ നൽകിയ ഇമ്പാക്ട് 2-ാം ഭാഗത്തിലെ മുഴുനീള വേഷത്തിൽ ഉണ്ടായിട്ടില്ല. പുഷ്പയിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും മാജിക് ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സുകുസാറിനോടുള്ള സ്നേഹത്തിന് പുറത്ത് മാത്രം ഏറ്റെടുത്ത കഥാപാത്രമാണെന്ന് ഫഹദ് തന്നെ പറയുന്നു. ഇന്ത്യൻ സിനിമ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ക്യാൻവാസിൽ നിർമ്മിക്കപ്പെട്ട റെക്കോർഡ് കണക്കിന് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായിക്കൊണ്ടാണ് ഫഹദ് അത് പറയുന്നത് എന്നുകൂടെ ഓർക്കണം. രത്നവേലിന് ശേഷം വടിവേലുവുമായി ഫഹദ് ഒന്നിക്കുന്നത് മാരീസനിലാണ്. ആഹാ ഇമ്പ നിലാവിനിലെ എന്ന ഭാവം മാറുന്ന പാട്ടിനൊപ്പം
ഒരു RX-100-ൽ യാത്ര തിരിക്കുന്ന രണ്ടുപേർ, യാത്രക്കിടയിലെ സംഭവങ്ങൾ, അവർക്കിടയിലെ ബന്ധത്തിലേക്കുള്ള ചുരുളഴിക്കൽ എന്നതിനൊക്കെയും അപ്പുറം ചിത്രത്തിലേക്ക് കൗതുകമുണർത്തുന്നത് ഫഹദിന്റെയും വടിവേലുവിന്റെയും പ്രകടനം തന്നെയാകും. മലയാളത്തിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഫഹദ് ചിത്രം അൽതാഫ് സലീമിന്റെ ഓടും കുതിര ചാടും കുതിരയും ഭാവന സ്റ്റുഡിയോസിന്റെ കരാട്ടെ ചന്ദ്രനുമാണ്. തികച്ചും വ്യത്യസ്തമായ യോണർ ചിത്രങ്ങൾ. യോണർ ഏതായാലും അയാൾ അത് തിരിച്ചും മറിച്ചും പ്രയോഗിക്കും. അതിന് വേണ്ട മീറ്റർ ഏതെന്ന് കൃത്യമായ ധാരണയുണ്ടാക്കും. സ്ക്രീനിൽ താൻ എങ്ങനെ ആയിരിക്കുമെന്നും പ്രേക്ഷകർ എങ്ങനെ അത് കാണുമെന്നും അയാൾ കണക്കുകൂട്ടിയിരിക്കും. അതുപോലെ തന്നെ കഥാപാത്രങ്ങളും. അവർ ഓരോരുത്തരും കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാനും പ്രത്യേക കഴിവുള്ള നടനാണ് ഫഹദ്. രംഗണ്ണനിൽ അത് വ്യക്തമാണ്. അയാളുടെ എടുപ്പിലും നടപ്പിലും ചിരിയിലും വേദനയിലും യുണീക്കായൊരു ഭാവം കാണാം. ആക്ഷൻ രംഗങ്ങളിൽ പോലും അത്തരം സസൂക്ഷ്മമായ ചലനങ്ങൾ കാണാം. അയാളുടെ ആയുധം ആ ശരീരമാണ്. എന്റെ ജോലി സിനിമകൾ ചെയ്യുക എന്നതാണ്. സിനിമ നല്ലതാണെങ്കിൽ അത് അതിന്റെ ജോലി എടുക്കും. അത് തിയേറ്ററിൽ പ്രൂവ് ചെയ്യും. അല്ലാതെ പ്രൊമോഷനിലൊന്നും ഒരു കാര്യവുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആവേശം എന്ന ചിത്രത്തിന് മുന്നോടിയായി ഫഹദ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: താരപദവി ഉറപ്പിക്കാൻ കയ്യടി നേടുന്ന മാസ് രംഗങ്ങൾ കൂടുതൽ ചെയ്യേണ്ട കാലമൊക്കെ കഴിഞ്ഞു എന്നതാണ് അയാളുടെ നിലപാട്. താരപദവി ഭ്രമിപ്പിക്കാത്ത ഫാഫ എന്ന നായകൻ നല്ല നടനാവുക എന്ന ലക്ഷ്യത്തിലേക്ക് നിരന്തരം വഴിമാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കട്ടെ.